സോ ഇത് ഞങ്ങൾ ഇന്നലെ ഒരു കരിക്കെന്ന് പറയാൻ പറ്റില്ല, തേങ്ങ വേണമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ ഒരു പൊളിച്ച് എന്താ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാക്കി. ആൾക്ക് വലിയ കട്ടിയില്ല, തേങ്ങ എന്ന് പറയാൻ വെച്ചാൽ തേങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ വാട്ടർ ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ മാംസമൊക്കെ കൂടിയിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, കരിക്ക് തേങ്ങ ഓട്ട ഓക്കെ, അതിന് കിട്ടി വെള്ളം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇച്ചിരി കുറവാണ്, ബട്ട് സ്റ്റിൽ ആൾക്ക് പുറമേ കാണുന്ന വലുപ്പമുള്ളൂ. ഇത് ഇച്ചിരി ചെറുതാണ്. ആക്ച്വലി കാണിച്ചു തരാണെങ്കിൽ സി ജസ്റ്റ് എൻ്റെ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ബട്ട് ഫൈൻ. ഇത് കൂവപ്പൊടിയും പാലും കൂടെയും ചേർന്നിട്ടുള്ളൊരു മിക്സർ. ഇച്ചിരി കട്ടിയാണ്, ഇപ്പോൾ അത് ഭയങ്കര ലൂസാണ്. ഇച്ചിരി കട്ടിയാകുമ്പോൾ നമ്മൾ വറുക്കുന്നത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടത് കുറച്ചും കൂടിയും കട്ടിയായി വരുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിർത്തി വയ്ക്കരുത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ലംസ് ഉണ്ടാവും. എനിക്ക് 2-3 ലംസ് ഉണ്ട്. സിൻസ് ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് കൂവപ്പൊടി മിക്സ്, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഓൺ ട്രൈ. ഇതെങ്ങനെയാണ് കുറച്ചും കൂടി, പിന്നെ അത് കൂടുതൽ വേവിച്ചാൽ വെള്ളമെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ. ഞാനിപ്പം മേ ബി ഐ ഷുഡ് സ്റ്റോപ്പ് ദിസ്, ഐ ഡോണ്ട് നോ. ലെറ്റ്സ് സീ. സോ ഇതൊരു പരീക്ഷണമാണ്. ഞാനൊരു കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിലൊരു 4-5 hours വെച്ച് നോക്കാം. സെറ്റ് ആവുകയാണെങ്കിൽ വി വിൽ ഹാവ് എ പുഡിംഗ്. ഒരു 1 hour ഒക്കെ വെച്ചപ്പം ആൾ കട്ടിയായിട്ടില്ല, പക്ഷെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഇത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. സോ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിന് കുറച്ചെടുത്ത് മമ്മിക്കും എനിക്കും കൊടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ഫ്രീസറിലേക്ക് എടുത്തേക്കും.